بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد ഏതൊക്കെയാണ് സബറിൻ്റെ മൂന്ന് ഇനങ്ങൾ? عن محارم الله على أقدار الله. طيب ആദ്യം തൊട്ട് ഹിഫ്ള് ചെയ്തനോ? ആരൊക്കെ ഹിഫ്ള് ചെയ്തത്? അന്നഹു യജിബു അലൈനാ തഅല്ലുമു ബിൽഅദില്ല. طيب റൈസ് പഠിച്ചിട്ടുണ്ടോ? ഇനി എന്താ അവിടെ എടുക്കാനുള്ളത്? എന്നിട്ട് അവിടെ طيب طيب ജസാക്കല്ലാഹു ഖൈറൻ. طيب എന്താണ് സബറിന്റെ അർത്ഥം? അൽ ഹബ്സു ഹബ്സുൻ നഫ്സ്, നഫ്സിനെ പിടിച്ചു വെക്കലാണ്. മൂന്ന് അവസരങ്ങളിൽ അത് സബ്റുൻ അലാ ത്വാഅത്തില്ലാ വസബ്റുൻ അൻ മഹാരിമില്ലാ വസബ്റുൻ അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ. طيب എന്താണ് അള്ളാഹുവിൻ്റെ ഖദറിൽ സബ്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? എങ്ങനെയാണത്? അതിന് മൂന്ന് ഇനങ്ങളാണ്. ഏതൊക്കെയാണത്? അത് മൂന്നിനങ്ങളിൽ ഒന്നാണ് സബ്റുൻ അലാ അഖ്ദാർ. അത് മൂന്നിനമാണ്, അല്ലെങ്കിൽ അത് മൂന്ന് തരമാണ്, അല്ലെങ്കിൽ അത് മൂന്ന് രൂപത്തിലാണ്. എന്താണത്? അയ്യോ മാഷാ അല്ലാഹ്. തയ്യിബ് വേദനയേറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തൊട്ട് കോപിക്കാതിരിക്കാൻ ഹൃദയത്തെ പിടിച്ചു വെക്കുക എന്ന സബ്ർ. വേദനയും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പരിഭവം പറയാതെ നാവിനെ പിടിച്ചു വെക്കുക എന്ന സബ്ർ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ മുഖത്തടിക്കുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തുകൊണ്ട് കൈകാലുകൾ കൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള സബ്ർ. അതാണ് ഖദറിൻ്റെ കാര്യത്തിൽ സബ്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഒരു വിഷമമുള്ള ഖദർ വന്നാൽ എന്ത് ചെയ്യണം? ഈ മൂന്ന് കാര്യങ്ങളെ പിടിച്ചു വെക്കണം. നമ്മൾ പറഞ്ഞിരുന്നോ? ഉണ്ട് എനിക്കറിയാം. പക്ഷെ പ്രശ്നം തോന്നുന്ന പോലും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അയ്യോ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ وقال البخاري رحمه الله قال الشافعي رحمه الله تعالى لو ما أنزل الله حجة على خلقه إلا هذه السورة لكفتهم. لو ما أنزل الله حجة على خلقه إلا هذه السورة لكفتهم. ലൗ മാ അൻസല അല്ലാഹു ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, ലൗ എങ്കിൽ, മാ അൻസല അല്ലാഹു ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, ഹുജ്ജതൻ അലാ ഖൽഖിഹി തൻ്റെ സൃഷ്ടികൾക്കുമേലുള്ള തെളിവായിക്കൊണ്ട്, ഹുജ്ജതൻ തെളിവായിക്കൊണ്ട് ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, ഇല്ലാ ഹാദിഹി സൂറത ഈ ഒരു സൂറത്തിനെ അല്ലാതെ അള്ളാഹു ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ലകഫത്തുഹും ഈ സൂറത്ത് അവർക്ക് മതിയാകുമായിരുന്നു. ശൈഖ് യഹ്യ ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഈ ഒരു സംസാരത്തെക്കുറിച്ച് പറയുന്നതായി നമ്മളുടെ ജ്യേഷ്ഠ സഹോദരൻ മിഖ്ദാദ് ഹഫിളഹുല്ലാഹ്, മിഖ്ദാദ് അദ്ദേഹം എഴുതി. എന്താണ് അദ്ദേഹം എഴുതിയത്? ശൈഖ് യഹ്യ പറഞ്ഞു, هذا القول الذي ينقل عن الشافعي ليس بصحيح عنه وهو قول منكر وإنما المنقول عنه كما ذكره ابن كثير في تفسيره عن الشافعي بلفظ لو تدبر الناس هذه السورة لكفتهم. ഇങ്ങനെ പൊതുവെ പറയപ്പെടാറുള്ള ഇമാം ഷാഫിഈ റഹിമഹുള്ളയിൽ നിന്നും ഈ വാക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. കാരണം അത് എന്താണ്? എതിർക്കപ്പെടുന്ന ഒരു വാക്കാണ്.
മറിച്ച് ശരിയായത് എന്താണ്? ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നതാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞതായി, ജനങ്ങൾ ഈ സൂറത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്കത് മതിയായേനെ. ഈ സൂറത്ത് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്കത് മതിയായതാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞതാണ്. അപ്പോൾ ഹുജ്ജത്തായിട്ട് എന്നില്ല, മറിച്ച് അവർക്ക് മതിയായതാണ് ഈ സൂറത്ത് തന്നെ ചിന്തിച്ചാൽ മതിയായത് എന്നതാണ് ശരിയായ റിപ്പോർട്ട്. അല്ലാഹു അലം. ഏതായാലും ഇനി ഹുജ്ജത്തൻ എന്ന് പറഞ്ഞാലും ഉദ്ദേശം അത്രേ തന്നെ വെക്കാൻ പറ്റുള്ളൂ. ഏത്? അവർക്ക് ചിന്തിച്ചാൽ അത് മതിയാവുന്നതാണ് എന്ന് പറയാനുള്ള അർത്ഥമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഹുജ്ജത്താകണമെങ്കിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കണം. ഇതിലല്ല ഇല്ല, ഇതിൽ ഫിഖ്ഹില്ല, അഖീദയുടെ മറ്റു ഭാഗങ്ങളില്ല, കാര്യങ്ങൾ തൗഹീദിന്റെ മുഴുവൻ ഭാഗങ്ങളും ഇല്ല. അപ്പോൾ ഹുജ്ജത്താവൂല. പക്ഷേ മതിയായതാണ് ചിന്തിക്കുകയാണെങ്കിൽ മതിയായതാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. അപ്പോൾ അവൻ ചിന്തിക്കണം, ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വഅമലു സ്വാലിഹാത്ത്, സൽക്കർമ്മം. എന്താണ് സൽക്കർമ്മം? അവൻ ചിന്തിക്കണം. അപ്പോൾ അവനക്ക് മതിയായതാണ്. വതവാസൗ ബിൽ ഹഖ്, വസിയത്ത് ചെയ്യണം ഹഖ്. അതെങ്ങനെ ചെയ്യുക? എന്താണ് ഹഖ്? അവൻ ചിന്തിക്കണം. അപ്പോൾ അവനക്കത് മതിയായതാണ്. അങ്ങനെ അവൻ പഠിക്കണം. അപ്പോൾ ബാക്കിയുള്ള ആയത്തുകളും ഹദീസുകളും അവൻ്റെ മുന്നിൽ കാണും. വതവാസൗ ബിസ് സബ്ർ, എങ്ങനെ സബ്ർ ചെയ്യണം, എപ്പോൾ സബ്ർ ചെയ്യണം, അതവന് മനസ്സിലാകും. طيب قال العلامة عبد الرحمن بن قاسم رحمه الله تعالى, ഇമാം അബ്ദുർ റഹ്മാൻ ബിൻ ഖാസിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ആരാണ് ഇമാം ശാഫിഈ? ഹുവ മുഹമ്മദ് ബിൻ ഇദ്രീസ് അൽ ഖുറശി അൽ ഇമാം അശ്ശഹീർ. അദ്ദേഹം ആരാണ്? മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ. മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ അൽ ഖുറശി അൽ ഇമാം അശ്ശഹീർ, പ്രസിദ്ധനായ ഇമാമാണ്. അല്ലെ, ഇമാം ഷാഫിഈ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്തത്? ആർക്കും അറിയാത്തതുണ്ടാവില്ല. ഉലിദ സനത 150, 150 അദ്ദേഹം ജനിച്ചത്. എത്രയിലാണ്? 150 അദ്ദേഹം ജനിച്ചത്. അൽ മുതവഫ സനത 204, 204 അദ്ദേഹം വഫാത്തായത്, മരണപ്പെട്ടത്. അദ്ദേഹത്തിന് 54-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. 54 അദ്ദേഹം മരണപ്പെടുമ്പോൾ ലോകത്ത് ഇമാം ഷാഫിഈ എന്നത് അത്യന്താപേക്ഷിതമായ ഒരു വ്യക്തിയായി മാറി. 54 വയസ്സായപ്പോഴേക്ക് റഹിമഹുല്ലാഹു തആല. എന്നിട്ട് അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ ഖാസിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഈ സൂറത്തിന്റെ കാര്യം അത് വളരെ വമ്പിച്ച ഒന്നായതിനാലും അത് വളരെ ചുരുങ്ങിയതായതിനാലും, ചുരുങ്ങിയതുമാണ്, അതിലെ ഫായിദയോ വളരെ വലുതുമാണ്. ജനങ്ങളെല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അവർക്ക് മതിയായതാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ ഖൈറിനെ കുറിച്ചും അതിൽ പറഞ്ഞിരിക്കുന്നു. എല്ലാ ഖൈറിനെ കുറിച്ചും അതിൽ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഖൈർ എന്ന് പറഞ്ഞാൽ? ഈമാനും അമലു സ്വാലിഹും, പോരാത്തതിന് അതിലേക്കുള്ള ദഅവത്തും, പോരാത്തതിന് അതിന്മേൽ സബർ ചെയ്യാനും പറഞ്ഞിരിക്കുന്നു. ഇനി ഇതെന്താണ് അതിനപ്പുറത്തുള്ളത്? ഇനി എന്തൊരു കാര്യം സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനുള്ളതെങ്കിൽ ആണെങ്കിലും ഇത് വിട്ട് പുറത്തു പോവോ? ഇത് വിട്ട് പുറത്തു പോവില്ല. നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള എന്തൊരു കാര്യമാണെങ്കിലും ഇത് വിട്ട് പുറത്തു പോവില്ല. ഈമാൻ, അൽ അമലു സ്വാലിഹ്, അദ്ദഅവതു ഇലൈഹി, അസ്സബ്ർ അലാ ദാലിക്. അപ്പോ അവർക്കത് മതിയായതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഇൽമിനെയും അമലിനെയും അദ്ദഅവതു ഇലൽ ഹഖിലേക്കും അതുപോലെ തന്നെ അസ്സബ്റു അലൽ അദാ ഫീഹിയും ഉൾക്കൊണ്ടിരിക്കുന്നു. അതിനെ മുഴുവത്തിനും സൂചിപ്പിച്ചിരിക്കുന്നു. ഇൽമു വേണമെന്ന് അതിലുണ്ട്, അമല് വേണമെന്ന് അതിലുണ്ട്, ദഅവത്ത് വേണമെന്ന് അതിലുണ്ട്, പോരാത്തതിന് സബർ വേണമെന്നും അതിലുണ്ട്. അപ്പോൾ
മനുഷ്യന്റെ പൂർത്തീകരണത്തിന്റെ എല്ലാ പടിയും ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഫതദമ്മനത് ജമീഅ മറാത്തിബിൽ കമാലിൽ ഇൻസാനി. എല്ലാ മനുഷ്യനൊരു പൂർണ്ണമായ മനുഷ്യനാകാൻ എന്തൊക്കെ വേണം അതൊക്കെ അതിൽ അടങ്ങിയിരിക്കുന്നു. സൂറത്തു അൽ അസ്റിൽ. അതിനാൽ തന്നെ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതിന് അർഹതപ്പെട്ട സൂറത്ത് തന്നെയാണെന്ത്? ഈ സൂറത്ത്. ഒന്നെന്താ പറഞ്ഞത്? വൽ അസ്ർ. അസ്റിനെ തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യരെല്ലാവരും തീർച്ചയായും തീരാ നഷ്ടത്തിലാണ്. ഇനി രക്ഷപ്പെട്ടവരാരാണ്? ഈ 4 കാര്യങ്ങൾ. അതിനാൽ തന്നെ അത് നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, പരാജയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തന്നിട്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അതിനാൽ ഈ ഇമാം പറഞ്ഞത് ശരി തന്നെ, അതിനർഹതപ്പെട്ട സൂറത്ത് തന്നെയാണത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു ഹുവ കമാ ഖാല. ഇത് അദ്ദേഹം പറഞ്ഞതുപോലെയാണ്. ആര് പറഞ്ഞതുപോലെ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെയാണോ അതോ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞാലാണോ? ഏതായിരിക്കും ഇത്? ആര് പറഞ്ഞ പോലെയാണ്? ഇമാം ഷാഫിഈ പറഞ്ഞ പോലെയാണ്. കാരണം ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉള്ളപ്പോൾ ആരില്ല? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മാർഗമുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് മാർഗത്തിൽ ആരായിരുന്നു? ആര്? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ മാർഗത്തിലായിരുന്നു ആര്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. അത് പുതിയൊരു കണ്ടുപിടുത്തം അല്ല. അങ്ങനെ പുതിയൊരു കണ്ടുപിടുത്തമാണ് എന്ന് പറഞ്ഞവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഫഇന്നല്ലാഹ അഖ്ബറ അന്ന ജമീഅൻ നാസി ഖാസിറൂൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തന്നു, വിശദീകരിച്ചു തന്നു, ജനങ്ങൾ മുഴുവനും നഷ്ടക്കാരാണ്. ആരൊഴികെ തൻ്റെ നഫ്സിന് അവൻ മുഅ്മിനും സാലിഹുമായിരിക്കണം. ഇല്ലാ മൻ കാന ഫീ നഫ്സിഹി മുഅ്മിനൻ സാലിഹൻ. സ്വന്തത്തിന് അവൻ മുഅ്മിനും സാലിഹുമായിരിക്കണം. വമഅ ഗൈരിഹി മൂസിയം ബിൽ ഹഖ് മൂസിയം ബിസ്സബ്ർ. മറ്റുള്ളവരോട് ഹഖ് വസിയത്ത് ചെയ്യുക, സബ്ർ വസിയത്ത് ചെയ്യുന്ന ആളുമായിരിക്കണം. സ്വന്തത്തിന് അവൻ ആരായിരിക്കണം? മുഅ്മിനും സാലിഹും. മറ്റുള്ളവർക്ക് അവൻ എന്തായിരിക്കണം? ഹഖ് കൊണ്ടും സബ്ർ കൊണ്ടും വസിയത്ത് ചെയ്യുന്നവനും ആയിരിക്കണം. എന്നാലേ രക്ഷപ്പെടൂ എന്ന് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഇമാം ഷാഫിഈ പറഞ്ഞതാണ് കാര്യം. എന്താണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞത്? ലൗ ഫക്കറ അന്നാസു ഫി ഹാദിഹി സൂറ ലകഫതുഹും. ജനങ്ങൾ ഈ സൂറത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്കത് മതിയായേനെ. ഖാല അൽ-അല്ലാമത്തുൽ ഫൗസാൻ ഹഫിദഹുല്ലാഹ്. അൽ-അല്ലാമ അൽ-ഫൗസാൻ ഹഫിദഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞതിന്റെ അർത്ഥം എന്തല്ല, ഈ സൂറത്ത് തന്നെ മതിയായതാണ് എന്നല്ല ഇതിൻ്റെ അർത്ഥം. സൂറത്ത് മതി, വേറെ സൂറത്തൊന്നും വേണ്ട എന്നല്ല ഇതിൻ്റെ അർത്ഥം. പിന്നെയോ വേറെ സൂറത്തുകളൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. പിന്നെയോ മറിച്ച് അവർക്ക് മേൽ ഈ സൂറത്ത് ഹുജ്ജത്ത് സ്ഥാപിച്ചിരിക്കുന്നു. എന്താണ് സ്ഥാപിച്ചത്? നിങ്ങൾ മുഅ്മിനീങ്ങളാകണം, അമലു സാലിഹത്ത് ചെയ്യണം, അമ്റും ബിൽ മഅറൂഫ് അതായത് വസിയത്ത് ഹക്ക് കൊണ്ട് ചെയ്യണം, അതുപോലെ തന്നെ സബർ പരസ്പരം ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം, പഠിക്കണം. അത് ഖുർആനിലും ഹദീസിലുണ്ട്, അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പൊ അത് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കാര്യം ഈ സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട് എന്നേ അർത്ഥമുള്ളൂ. അതിൽ ഈ സൂറത്തിൽ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കാരണം ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിരിക്കുന്നു. ഒരാൾക്കും യൗമുൽ ഖിയാമത്തിൽ പോയിട്ട് പറയാൻ പറ്റൂല എനിക്ക് വിജയിക്കാനുള്ള മാർഗം എന്തായിരുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്തായിരുന്നു, നരകത്തിൽ പോകാൻ കാരണമാകുന്നത് എന്താണ് എന്നൊന്നും എനിക്കറിയൂലായിരുന്നു എന്ന് ഈ സൂറത്ത് വായിച്ചിട്ടുള്ളവനക്ക് നാളെ പറയാൻ പറ്റൂല എന്നതാണ് ഇതിൻ്റെ സാരം. എന്നാൽ പറഞ്ഞു അശ്ശൈഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫളഹുല്ലാഹു തആല വഅതാല അല്ലാഹു ഉംറഹു അലൽ ഹഖ് വൽ ഖൈരി വൽ ഹുദാ. ആമീൻ. والحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.